നല്ലൊരാളാണ്. അതുകൊണ്ട് തുടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തരൂർ ജയിക്കും. ഉറപ്പിച്ചു. ജയിപ്പിക്കും. തരൂർ ജയിക്കും എന്ന് മാത്രമേ പറയാം. ജയിപ്പിക്കും. ഞങ്ങൾ ജയിപ്പിക്കും. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമാണ്. പക്ഷേ ഈ പ്രാവശ്യം കോൺഗ്രസ് ജയിക്കട്ടെ. നമുക്ക് കൈയാണ്. കൈ തന്നെ ആയിരിക്കും. അത് തന്നെ വരണം. അത് തന്നെ വരും. ഇവിടെ ഇരിക്കുന്നത് എല്ലാ ചേച്ചിമാരും കൈയാണ് നമ്മളെ ചിഹ്നം. കൈയില്ലാതെ ജീവിക്കാൻ പറ്റൂല. അത് ഇവിടെ കേട്ടില്ല. പ്രത്യേകിച്ച് തരൂർ തന്നെ വരും. മണ്ഡലം തരൂർ തന്നെ വരും. ഉറപ്പ്. ഒരു സർവേക്ക് ഇറങ്ങിയതാണ്. ഇലക്ഷൻ നോക്കുകയാണല്ലോ. അതെ. തിരുവനന്തപുരത്ത് തരൂർ തുടരുമോ അതോ മാറ്റം വരുമോ? ഇപ്പോൾ ഇവിടെ മത്സരം ത്രികോണ മത്സരം പോലെയാണ് പറയപ്പെടുന്നത്. ത്രികോണമാണ്. അപ്പം ആരാണ് വരണമെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. പന്യനാണോ തരൂരാണോ നമ്മളെ BJPയുടെ സ്ഥാനാർത്ഥിയാണോ? പന്യന് വരാൻ സാധ്യത ഉണ്ട്. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വരാൻ സാധ്യത ഉണ്ട്. നല്ലൊരാളാണ്. അതുകൊണ്ട് തുടരാൻ ചാൻസ് ഉണ്ട്. വികസനമൊക്കെ ചെയ്തിട്ടുണ്ടോ തരൂര്? ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരൂര് തുടരും. വോട്ടുണ്ടോ? വോട്ട് ചെയ്യുമോ? ബെസ്റ്റ് ഓഫ് ലക്ക്. ഇലക്ഷൻ എടുക്കില്ലയോ? ഇലക്ഷൻ എടുത്തല്ലേ. വോട്ടുണ്ടോ? വോട്ട് ചെയ്യുമോ? പിന്നെ തരൂര് തുടരുമോ അതോ മാറ്റം വരുമോ? തരൂർ ഈ പ്രാവശ്യം ജയിക്കാനാണ് സാധ്യത. എല്ലാവരും അങ്ങനെ പറയുന്നത്. അതിനാ കാരണം അദ്ദേഹം ജയിച്ച് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അദ്ദേഹം എല്ലാം ചെയ്തിട്ടുണ്ടോ തിരുവനന്തപുരത്തിന്? ചെയ്തിട്ടുണ്ടാന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. തരൂർ ജയിക്കും എന്ന് മാത്രമേ പറയാം. ജയിപ്പിക്കും. ഞങ്ങൾ ജയിപ്പിക്കും. അപ്പോൾ ശരി, വോട്ട് ചെയ്യുക. ഓക്കെ. ഇലക്ഷനൊക്കെ കടുക്കല്ലയോ? തിരുവനന്തപുരത്ത് വോട്ടുണ്ടോ? ഉണ്ട്. തരൂർ തുടരുമോ അതോ മാറ്റം വരുമോ? തുടരും. ഉറപ്പാണ്. അതിനെ പറ്റി നല്ല പ്രവർത്തനം. എവിടെ പ്രവർത്തിച്ചു? നല്ല രീതിയിലുള്ള പ്രകടനങ്ങളാണ്. ഉറപ്പാണ്. ചന്ദ്രശേഖർ വരുമെന്നൊക്കെ പറയുന്നത് അറിയത്തില്ല. ആരാന്നറിയത്തില്ല. അറിയാം. അറിയാം. അപ്പോൾ തരൂർ ജയിക്കും. ഉറപ്പിച്ചു. ജയിപ്പിക്കും. അപ്പോൾ ശരി, താങ്ക് യു വെരി മച്ച്. ചേച്ചി, തരൂർ തുടരുമോ മാറ്റം വരുമോ? തരൂർ തുടരണം. അതെന്നാ കാരണം? അത് പാർട്ടി ആയതുകൊണ്ട്. നമ്മുടെ പാർട്ടിയാണ്. അങ്ങനെയല്ല, പുള്ളി നല്ലൊരു വ്യക്തി ആയതുകൊണ്ട്. ഭരണമൊക്കെ മാറി വരണം. ചന്ദ്രശേഖർ ജയിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ചന്ദ്രശേഖർ ജയിക്കണം. തരൂർ തുടരുമോ മാറ്റം വരുമോ? തുടരാൻ സാധ്യത. അതെ. ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ആൾക്കാരും എൻ്റെ ഒരു ഒപ്പീനിയനും അതാ. തരൂർ തുടരും. മാറ്റം വരില്ല. വരത്തില്ല. കേന്ദ്രത്തിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. തരൂർ ഉറപ്പായിട്ട് വരും. ആര് വരും? കോൺഗ്രസ് വരും. തരൂർ തുടരുമോ മാറ്റം വരുമോ? തുടരും. ചേട്ടന് വോട്ടുണ്ടോ? ഉണ്ട്. വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യും. തരൂർ തുടരാനാ സാധ്യത. തരൂർ ജയിക്കുമെന്ന് ചോദിച്ചു. ജയിക്കും. മാറ്റം ഇവിടെ വരും. മാറ്റം വരും. കേന്ദ്രത്തിൽ മാറ്റം വരണം. അല്ലെങ്കിൽ വരുത്തും. തരൂർ വരുമോ മാറ്റം വരും? തരൂരില്ല. രാജശേഖർ എവിടെ വരും? BJP ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് ജയിക്കും. കേന്ദ്രം മാറും. കേന്ദ്രം മാറണം. മാറിയാൽ തന്നെ നമ്മളെപ്പോലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തരൂരോ? ആരായിരുന്നാലും മാറിക്കിട്ടണമല്ലോ. ഓരോ പാർട്ടി ഓരോ സമയങ്ങളിൽ മാറിക്കെട്ടിക്കൊണ്ട് വരണമല്ലോ. ഒരു സമയം ഒരു പാർട്ടി ഭരിക്കാൻ പാടില്ലല്ലോ. മാറി വരണം. ഭരണം മാറി വരുള്ളൂ. തരൂർ തുടരണം. മാറ്റം വരണം. ശരി, താങ്ക് യു. കോൺഗ്രസിന് ജയിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്. പക്ഷേ എന്നാലും കോൺഗ്രസിന് ജയിക്കും. തരൂർ തുടരും. കോൺഗ്രസിന് ജയിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമാണ്. പക്ഷേ ഈ പ്രാവശ്യം കോൺഗ്രസ് ജയിക്കത്തുള്ളൂ. ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ ശശി തരൂർ ഇയാൾ ചന്ദ്രശേഖരൻ ജയിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്. അയാളെക്കാളും കഴിവുള്ള വ്യക്തി എന്നാണ് ഇയാളെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഇയാൾ പുതുമുഖമില്ലേ. ഇയാൾ ഇവിടെ ഭരിച്ച് എന്തെങ്കിലും വേണ്ടായ്മ ചെയ്തതായിട്ട് ആർക്കും അറിയില്ല. ഇതിന് മുമ്പ് ഭരിച്ചെങ്കിൽ നമ്മൾ ഇയാൾ ഒരാളെ കുറ്റം പറയുള്ളൂ. ഇയാൾ ഫസ്റ്റ് ആളായിട്ടാണ് ഇയാൾ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയിരിക്കുന്നത്. ഒന്നാമത് അയാൾ കേന്ദ്രമന്ത്രി. അതുകൊണ്ട് അയാൾ ജയിക്കാനാണ് സാധ്യത. തരൂർ തുടരുമോ അതോ മാറ്റം വരുമോ? തരൂർ ജയിക്കുമോ? വോട്ട് ചെയ്യുമോ? ഏത്?
കയ്യേ ഉള്ളൂ. ഇനിയും കൈ തന്നെ ആയിരിക്കും. അതെ. ഇവിടെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പം ഞാൻ ജയിക്കണമെന്നാണ് ആഗ്രഹവും. ബാക്കിയുള്ളവരൊക്കെ വലിയ ലോബികളാണ്. അവരൊക്കെ ജയിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും ഇവർ വരും പോവും. ഇനിയും ജയിക്കും. ജയിക്കും. ഞാൻ പാർട്ടിക്കാരനാണ്ട് പൊന്നിയും ജയിക്കും എന്നാണ് അവസാനം വരെ പൊന്നിയും ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ് ഞാൻ. മുൻതൂക്കം പറയാനില്ല, എല്ലാവരും ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. ആരെ? 3 പേരും. കേന്ദ്രത്തിൽ മാറ്റം വരും. കേന്ദ്രത്തിൽ മാറ്റം വരുന്നതും പറയാൻ പറ്റില്ല. ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. 2 മുന്നണികളും ആദ്യം ഒരുപക്ഷെ BJP എന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും പിന്നീട് കടുത്ത മത്സരമാണ്. അതായത് ജനാധിപത്യ രീതിയല്ലേ, ആരെങ്കിലും വരട്ടെ. വോട്ടുണ്ടോ? പോരല്ലേ, വോട്ട് കാണും തീർച്ചയായിട്ടും. മനസ്സിലായോ? ആര് ജയിക്കാനാണ് സാധ്യത? ശശി തരൂർ. തരൂർ ജയിക്കും തീർച്ചയായിട്ടും. ഉറപ്പാണ്. നന്മ തുടരും. കാരണം പുള്ളി മനസ്സിലായോ, പുള്ളി എല്ലാ രീതിയിലും ഇപ്പം ആൾക്കാർ അറിയണമെങ്കിലും ഇയാൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പുറമെ നമുക്ക് അറിയാം കാര്യങ്ങൾ. ഇലക്ഷൻ കടുക്കല്ലേ? തരൂര് തുടരുമോ അതോ മാറ്റം വരുമോ? തരൂര് തന്നെ തുടരും. തരൂര് തന്നെ തുടരും. തരൂർ വരും. പിന്നെ ഉറപ്പാ? 100% തരൂർ വരണോ? വരണം. അയാളെ വരാൻ പാടുള്ളൂ. നമ്മൾ വോട്ടിടുന്നത് കൈയാണ്. കൈയാണ്. ആ, നമുക്ക് കൈയാണ്. കൈ തന്നെ ആയിരിക്കും. അത് തന്നെ വരണം. അത് തന്നെ വരും. ഇത് ഇവിടെ ഇരിക്കുന്നത് എല്ലാ ചേച്ചിമാരും കൈ. കൈയാണ് നമ്മളെ ചിഹ്നം. കൈയില്ലാതെ ജീവിക്കാൻ പറ്റൂല. കൈയാണ് നമുക്ക് വരേണ്ടത്. കൈ തന്നെ ആയിരിക്കും. കൈ വന്നാലേ നമ്മളെ മുന്നോട്ട് പോകും. കൈയും കയറട്ടെ. അവൻ മാത്രം ഭരിച്ചാൽ മതിയാ? BJP മാത്രം ഭരിച്ചാൽ മതിയാ? പാർട്ടി മാറി മാറി കയറട്ട്. കൈക്ക് ഉറപ്പാണ്. ഉറപ്പ് സാറേ, ഉറപ്പ്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തായിരുന്നു. അത് അവിടെ തന്നെ സത്യം പറയുന്നു സാറേ. തരൂർ വരുമോ? മാറ്റം വരുമോ? തരൂർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു? ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പറയണത് തരൂരായിരിക്കും എന്നാണ് പറയുന്നത്. ശരി, താങ്ക്സ്. ഇലക്ഷൻ കടുക്കല്ലയോ? ഇലക്ഷൻ തരൂർ വരുമോ അതോ മാറ്റം വരുമോ? തരൂർ തന്നെ വരും. അത് തന്നെ വരും. ആര്? തരൂർ അത് തന്നെ വരും. അതോ? മിക്കവാറും അയാളെ പുള്ളിക്കാരൻ തന്നെ വരും. അയാൾ വന്നാലേ നമുക്ക് രക്ഷയുണ്ട്. പുള്ളിക്കാരൻ വന്നാലേ രക്ഷയുള്ളൂ. അല്ല, ഇപ്പം വിഷയമൊക്കെ അല്ലായിരുന്നു ഇവിടെ വിഷയം വന്നാലും ഇവിടെ കുഴപ്പമില്ല. അത് കോളമണ്ഡലം 1ാം സ്ഥാനം തന്നെ ആണ്. കൈപ്പത്തി തന്നെ. കൈപ്പത്തി. ഇപ്പം തരൂർ വരും. നന്മ തുടരും. താങ്ക് യു. തരൂർ തുടരുമോ മാറ്റം വരുമോ? അതെന്താണ് തരൂർ മാറ്റം ആവശ്യമാണല്ലോ. വേറെ ആൾക്കാരുണ്ടല്ലോ. തരൂർ ഇപ്പം നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചാ. ഇല്ല, വേറെ ആൾക്കാരുണ്ടല്ലോ. വന്യ രവീന്ദ്രനുണ്ട്. ഇപ്പോഴത്തെ MP അല്ലേ? രാജേന്ദ്രനുണ്ട്. 3 പേരുണ്ടല്ലോ. അപ്പം 3 പേരിൽ ആര് വരും? ആര് വരുന്നത് ജനങ്ങൾ തീരുമാനിക്കും. ആര് വരെങ്കിലും ആര് വന്നാലും മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ തന്നെ ജീവിക്കും. ഇവിടെ തരൂർ വരും. ശശി തരൂർ ഉറപ്പാണ്. അതിനെ ഇത്രയ്ക്ക് ഉറപ്പ്? അയാൾ വരും. അയാൾ ഇവിടെ വന്ന് അയാൾ നല്ലത് ചെയ്തിട്ടുണ്ട്. നന്മ തുടരും. വീണ്ടും തുടരും. പുള്ളിക്കാരൻ നന്മ തുടരുമെന്നാ തുടരും. തരൂർ തുടരുമോ അതോ മാറ്റം വരുമോ? തരൂർ തന്നെ വരും. തരൂർ വരും. ഉറപ്പാ? അതെന്നാ കാരണം? കോളമണ്ഡലത്തിൽ തരൂർ തന്നെ വരും. അത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇല്ലല്ല, അതല്ല ഇലക്ഷൻ അല്ലേ. 3 പാർട്ടികളല്ലേ അവിടെ നിൽക്കണേ. അതാ ഇതിൽ ആര് പറയുന്നത് എന്തിനാ എന്നാണ് അതിന്റെ ഇത്. അത് കേട്ടില്ല. പ്രത്യേകിച്ച് തരൂർ തന്നെ വരും. കോളമണ്ഡലം തരൂർ തന്നെ വരും. ഉറപ്പ്. ഈ മണിപ്പൂർ പ്രശ്നമാണെന്നല്ലേ? മണിപ്പൂർ പ്രശ്നമാണെന്നല്ലേ നമ്മളെ പാർട്ടി ഞങ്ങളെ സമുദായത്തിന് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. മനസ്സിലായി? അപ്പോൾ അത് നമ്മളെതിരാണ്. പക്ഷേ നമ്മളത് അതൊന്നും നോക്കുന്നില്ല. ഇവിടെ നമ്മൾ ശശി തരൂർ അത്ര നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കോവളം തരൂരിന്റെ കൂട്ടത്തിലായിരിക്കും. തരൂരിന്റെ കൂട്ടാണ്. അതെന്തായാലും ഉറപ്പാണ്. കോവളം അയാളാണ്.